Good afternoon. Good afternoon, sir. How are you? I'm fine. Good afternoon, Miss. Good afternoon. അശ്വതി ടീച്ചർ ഓക്കെ ആയോ? ടീച്ചർ വന്നിട്ടുണ്ട്. ഓ ആണല്ലേ. ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോ ടീച്ചർ ആയിരിക്കും എന്ന് വിചാരിച്ചോ. കാണാത്തോണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അസുഖം മാറിയിട്ടില്ലേ എന്ന് വെച്ചിട്ട് വേറൊരു ക്ലാസ് ഉണ്ട്, അപ്പൊ അതിലേക്ക് കയറണം. അങ്ങോട്ടേക്ക് മാറി ടൈം ടേബിള്. ഓക്കെ ടീച്ചർ, ജസ്റ്റ് ചോദിച്ചതാണ് അസുഖം മാറിയിട്ടില്ലേ അതാണോ. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ ടീച്ചർ? എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? നോ ടീച്ചർ, ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാറ്. അവിടെ മഴയുണ്ടോ ടീച്ചർ? എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? ഇപ്പൊ മഴയൊന്നുമില്ല. ദിവസമായിട്ട് പെയ്തിട്ടില്ല. വൈകുന്നേരങ്ങളാണ് ഷൈനിങ്. തിരക്കിലാണോ ഷാനിൽ? എന്തോ? തിരക്കിലാണോ എന്ന്? അല്ലല്ല, ഞാൻ ഇതങ്ങോട്ടൊന്ന് വെച്ചിട്ട് അകത്തൊന്ന് പോയതാ ബുക്ക് എടുക്കാൻ. എന്തായിരുന്നു ഉച്ചക്ക് സ്പെഷ്യല്? ഓ, ഇന്നോ അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു. തോരനും വെച്ചു, അച്ചാറും മോരുകറിയും കഞ്ഞിയായിട്ട് കുടിച്ചു. ഇന്നലെ വരെ ഭയങ്കര ഹെവി ഫുഡായിരുന്നു. എന്റെ വീട്ടിലായിരുന്നു. ഇന്നിങ്ങി തിരിച്ചു വന്ന്. ക്യാമറ ശരിയാവുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് ടീച്ചർ, ശരിക്കും കാണുന്നുണ്ടല്ലോ. ടീച്ചർക്ക് എന്തായിരുന്നു സ്പെഷ്യൽ? ഇപ്പൊ ഫുഡ് കൊണ്ടുവന്നില്ല, നമ്മളൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ. എന്തായാലും ഉണ്ടാവില്ല സൈഡ് ഡിഷ്. സാധാരണ മീൽസ് കഴിച്ച ഒരു മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു. അയില വറുത്തത്. ഓക്കെ, എന്റെ ഫേവറേറ്റ് ആണ് അയില. പക്ഷെ അയിലേലും ടേസ്റ്റ് കൂടുതല് മത്തിയല്ലേ? പക്ഷെ എനിക്ക് പണ്ടേ അയില ഇഷ്ടം. അതിനാകുമ്പോ മുള്ളു കുറവാണല്ലോ, അതുകൊണ്ടായിരിക്കും പണ്ടേ അയിലയാണ് ഇഷ്ടം. ഓക്കെ. പക്ഷെ ടീച്ചറോട് ചോദിച്ചാണ്, ടീച്ചറിന് വേറെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെ ടീച്ചറോട് പറയാം. ഇറ്റ്സ് ഓക്കെ ടീച്ചർ. അല്ല, ഞാൻ വിചാരിച്ചത് ടീച്ചർ ക്ലാസ് എടുക്കുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ടീച്ചർ അല്ല ഓക്കെ അല്ല, ഞാൻ വിചാരിച്ചു ടീച്ചർ അസുഖം മാറിയിട്ടില്ലേന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതായിരുന്നു. ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലാതെ ടീച്ചർ എടുക്കുന്നോണ്ട് കുഴപ്പമായിട്ടല്ല കേട്ടോ. മനസ്സിലായത്. ഓക്കെ, നല്ലൊരു പ്രയർ ആരാണ് പാടുന്നത്?
പ്രയറിന് ആരും ഇല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ നോക്കിയിട്ടില്ല. തോട്ട് ഓഫ് ദ ഡേ പറയാന്ന് വിചാരിച്ചു, ആരും ഇല്ലെങ്കിൽ. പ്രയർ ആരെങ്കിലും ഒന്ന് പാടൂ. അച്ഛന, വീണ, ആരെങ്കിലും ഒക്കെ പാടൂ. ഞാൻ പറയാം മിസ്. ആ, ഷാനി പാടും. Yes. Dear God, come be with us today. Fill our hearts with joy. Fill our minds with learning. Fill our day with peace. Fill our lesson with fun. Fill our friendship with kindness. Fill our classroom with love. Amen. Okay, thank you. Thought of the day. ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ ടീച്ചർ, അല്ലെങ്കിലേ ഞാൻ പറയൂ കേട്ടോ. കാരണം മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട്. നോക്കട്ടെ ആർക്കെങ്കിലും അവസരം. അതിന്റെ മോള് പറയുന്നുണ്ടോ? നോട്ടെ. ഞാൻ എടുത്തു വെച്ചിട്ടില്ല മിസ്സേ. ആ. Okay, I will do then. Small acts of kindness can make a big difference. Let us remember to be kind to others, to help when we can, and to treat everyone with respect and love. Okay, thank you. ഓക്കെ, യെസ്. ഞാൻ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നേച്ചറിന്റെ നോട്ട് തന്നിരുന്നു. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഓർക്കുന്നുണ്ടോ? തന്നിരുന്നോ എന്ന്? ഇല്ലാന്ന് തോന്നുന്നു. എഴുതിക്കോളൂ കേട്ടോ. ഒരു പേനയും പുസ്തകം എടുക്കുക. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ടീച്ചർ. മിസ് ഒന്നുകൂടി പറയൂ. it is an applied branch. First point, it is an applied branch of psychology. It is an applied branch of psychology. ഒരു പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഫസ്റ്റ് 1, 2 എന്ന് പറഞ്ഞ എഴുതിയാൽ മതി കേട്ടോ. It's an applied branch of psychology. ഹെഡിങ് ഒന്നുകൂടി പറയൂ മിസ്. It is an applied ഹെഡിങ് nature of education psychology. Nature. Nature of education psychology. It is an applied branch of psychology. It is an applied branch of psychology. ടീച്ചർക്ക് ഹെഡേക്ക് ഉണ്ടോ? നന്നായിട്ടുണ്ട്. എന്തെങ്കിലും ബാം പുരട്ടിയിരുന്നോ? മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചപ്പോൾ മരുന്ന് കഴിച്ചു. ഫീവർ ഉണ്ടോ? ഫീവർ ഒന്നുമില്ല. ഇന്നലെ ഒരു വെഡിങ് ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിന്റെ. +2 പഠിച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ മുതല് വൈകുന്നേരം റിസപ്ഷൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നല്ല അടിച്ചുപൊളിയായിരുന്നു. അതാണ് കുഴപ്പമില്ല, മാറിക്കോളാം. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വരെ ഉണ്ടായിരുന്നു. ടീച്ചർ പാലായിലുള്ള ആളാണ്. ഞങ്ങൾ എന്ത് പരിപാടിയൊന്നും എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് കൂടാറാണ്. +2 നല്ലൊരു എക്സ്പീരിയൻസ് തന്നൊരു ക്ലാസ്സുകളാണ്. 2 വർഷം. അതാണ് എന്തോ എപ്പോ പഠിച്ചതായിരുന്നു ടീച്ചർ? ഏത് ക്ലാസ്? ഞാൻ +2 2012 +2 ക്ലാസ് ആയത്.
ഓക്കെ. Okay. Okay, first one എഴുതിയോ? ടീച്ചർ എഴുതി. Second one, this is study of human behavior. This is study of, it is the study of human behavior in educational situations. This is the study of human behavior in educational situations. This is study of human behavior in educational situations. Then there you go. Second point എഴുതിയോ എല്ലാവരും? യെസ് ടീച്ചർ. Yes, miss. Okay. ഒന്നുകൂടി പറയാം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസ്. ഇനി തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്. It is concerned with. It is concerned. CONCERNAD. It is concerned with. It is concerned with these factors. These factors എന്ന് എഴുതിയിട്ട് ഒരു കോമ ഇടാട്ടോ. These factors. THESE. These factors. Comma. It is concerned with these factors, comma. എന്തൊക്കെയാണ്? Principles, comma, techniques. Principles, comma, techniques. Principles, comma, techniques which relate. മിസ് എന്തിനെ കുറിച്ചാണ് മിസ്? ഞാനിപ്പോ ജോയിൻ ആയതേ ഉള്ളൂ. എന്തിനെ കുറിച്ച്? റഫീന, നമ്മള് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പോയിന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേറിയോളോ? ഇപ്പൊ കേറിയതല്ലോ. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. പെട്ടെന്നൊന്ന് എഴുതിയെടുക്കും കേട്ടോ. It is an applied branch of psychology. Then second point is the study of human behavior in educational settings. It is the study of human behavior in educational settings. It is the study of human behavior in സിറ്റുവേഷൻസ് എന്നാണ് പറഞ്ഞത് ടീച്ചർ. situations. Sorry. Education situations. Then third point, it is concerned with these factors, principles and techniques which relate RELATE, which relate മിസ് ആ പോയിന്റ് ഒന്നാണെന്ന് പറയണേ. It is concerned with these factors. It is concerned with these factors, comma. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്. പ്രിൻസിപ്പിൾസ്, comma, techniques. Principles, comma, techniques which relate to the various aspects of
various aspects of a child's CHILD', child's growth and development. Child's growth and development. It is concerned with these factors, principles, techniques which relate to the various aspects of child growth and development. Various aspects of a child growth and development. Then fourth point, it is concerned with the learning situation. It is concerned with the learning situation. ടീച്ചർ അത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് വെച്ചാൽ നമ്മൾ എഴുതിക്കോളാം. കഴിഞ്ഞിട്ടാകുമ്പോൾ അത്ര വരെ ടീച്ചർ. ലാസ്റ്റ് പോയിന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് ഇതേ ഉള്ളൂ. കണ്ടോ? ഓക്കെ ടീച്ചർ. It is concerned with the learning situation and process by which learning can it is concerned with the learning situation and process by process by which learning can be more efficient and effective. More efficient and effective. It is concerned with the learning situation and process by which learning can be more efficient and effective. Yes, teacher, complete. Okay. അന്ന് നേച്ചർ എടുത്ത സമയത്ത് തരാൻ വിട്ടുപോയതാണ് കേട്ടോ. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണിത്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കോ കേട്ടോ. ഇൻ കേസ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ ടീച്ചർ. ഓക്കെ. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് പറയണ്ടല്ലോ, അറിയാലോ. നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ ടീച്ചർ. നമ്മൾ എടുത്തോണ്ടിരുന്നത് സ്കോപ്പ് ആണോ? സ്കോപ്പ് അല്ലേ പറഞ്ഞോണ്ടിരുന്നത്? യെസ് ടീച്ചർ, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി അതിന്റെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് 5th വരെ. Yes, scope of education psychology. Other the learner, the teacher, the learning process. പറഞ്ഞല്ലേ? ഇനി എന്താണ്? The learning experience. Learning process പറഞ്ഞല്ലോ അല്ലേ? ടീച്ചർ വരെ പറഞ്ഞിട്ടുണ്ട്. ആണോ? Okay. The learning process. എങ്ങനെയായിരിക്കും ലേണിംഗ് പ്രോസസ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കണം ലേണിംഗ് പ്രോസസ് അല്ലേ? അതായത് കുട്ടികളുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പഠന പ്രക്രിയകളായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ. അല്ലാതെ അവർക്ക് യാതൊരു വിധത്തിലുള്ള മോട്ടിവേഷൻസോ അല്ലെങ്കിൽ അവരുടെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാത്ത തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് അല്ലെങ്കിൽ തരത്തിലുള്ള പ്രോസസ്സുകളൊന്നും ആയിരിക്കരുത് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്.
അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മള് ലേണിംഗ് പ്രോസസ് വളരെ സിസ്റ്റമായിട്ടുള്ള രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഇനി ലേണിംഗ് എക്സ്പീരിയൻസസ്. അപ്പൊ നല്ല ലേണിംഗ് പ്രോസസ്സ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് ലഭിക്കുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ്. യെസ്, നല്ല ലേണിംഗ് എക്സ്പീരിയൻസ്, ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ലഭിക്കുന്നു. യെസ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, അതായത് നല്ല പഠനാനുഭവം. അതായത് കുട്ടികൾക്ക് ന്യൂ നോളജ് ബിൽഡ് ചെയ്യുന്ന, ന്യൂ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ്, ന്യൂ നോളജ് ആണ് അവർ പഠിക്കുന്നത് അല്ലെ. ന്യൂ നോളജ് അവർക്ക് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ്, നല്ല രീതിയിൽ ക്ലാസ് റൂം, സോറി എന്താ പറഞ്ഞത്, യെസ്, നല്ല പഠനാനുഭവം, നല്ല പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ, ന്യൂ നോളജ് അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ദ ലേണിംഗ് എൻവയോൺമെന്റ്. എന്താണ് ദ ലേണിംഗ് എൻവയോൺമെന്റ്? പഠനാന്തരീക്ഷം. യെസ്, പഠന പരിസ്ഥിതി. എങ്ങനെയുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം കുട്ടികൾക്ക്? പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. യെസ്, പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം നമുക്ക് അല്ലെ. ആക്ടിവിറ്റി ഓറിയന്റഡ് ആണെങ്കിൽ കൂടി അവർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എന്താ പറയാ പ്രാക്ടീസ് ഉപകരണങ്ങൾ കുട്ടികൾക്ക് നമ്മള് കൊടുക്കാൻ സാധിക്കണം. ദെൻ കുറച്ചുകൂടി നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു കുട്ടികൾക്ക് നല്ല അനുഭവമായിരിക്കും നൽകുന്നത് അല്ലെ. നേച്ചർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലാസ് റൂമിൽ തന്നെ കുട്ടികളെ ഇരുത്താതെ വേറെ എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ? പുറത്തേക്ക് കൊണ്ടുപോയിട്ട്, ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോന്ന് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാം. യെസ്, മറച്ചു പഠിച്ചിലൊക്കെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാം അല്ലെ. പഴയ രീതികളൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ്, ഇപ്പൊ തൊട്ടടുത്ത് സ്കൂളിന് പുറത്തൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ, സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ ഗാർഡന് ചുറ്റും നിന്ന് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ്. കുട്ടികൾക്ക് അവിടെ ഇരുത്തിയോ അതിനടുത്തിരുത്തിയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ടീച്ചറാണ് അത് കണ്ടക്ട് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പൊ ഗാർഡൻ അല്ലാതെ മറ്റെന്തെങ്കിലും മോണ്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. മോണ്യുമെന്റ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു പരിസരം ഉണ്ടാവും അല്ലെ, സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ പ്രിമൈസിൽ തന്നെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു വലിയ വൃക്ഷം ഉണ്ടെന്ന് വിചാരിക്കും, വലിയ വൃക്ഷം. ചിലപ്പോ അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുക. അങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ നേച്ചർ റിലേറ്റഡ് ആയിട്ടും കൂടി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും ക്ലാസ് മുറിയിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഒതുങ്ങി പോകാൻ പാടില്ല അല്ലെ. എത്ര ആക്ടിവിറ്റീസ് നമ്മൾ കൊടുത്താൽ പോലും എന്താണ്, പുറത്തിറങ്ങി കഴിയുമ്പോൾ പുറത്ത് ഒരു ലോകമുണ്ട്. ആ ഒരു നമ്മുടെ പ്രകൃതിയുടെ ആ കാറ്റും വെയിലും എന്തുണ്ടായിക്കോട്ടെ, വെയിലും തണലൊക്കെ തന്നെ കൊണ്ട് കുഞ്ഞുങ്ങളെ വളരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമ്മൾ അധ്യാപകർക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, യെസ്, അവർക്ക് വളരെ അറ്റൻഷൻ ആയിരിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ പല കാര്യങ്ങളും ഒരു പൂവിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ, അതിന്റെ കളർ, അതിന്റെ സ്ട്രക്ചർ ഒക്കെ കാണുമ്പോൾ. അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടൊരു എൻവയോൺമെന്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം ടൈം ക്ലാസ് റൂമിലും ഒരേപോലെ തന്നെ നമുക്കത് കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ മെയിൻ കീ ഫാക്ടേഴ്സും മെയിൻ സ്കോപ്പും എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ 5 ഘടകങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് കടന്നു പോകുന്നത്. നെക്സ്റ്റ് വരുന്നത്, ഇത് മനസ്സിലായോ എല്ലാ കാര്യങ്ങളും ഇതിലെ 5 ഫാക്ടേഴ്സ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Limitations of education psychology. What is limitation? പരിധികളുണ്ട് അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കുറച്ചൊക്കെ അതെല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഓരോ പരിമിതികളുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഓരോ സബ്ജക്ട് വൈസ് ആണെങ്കിൽ കൂടെ എന്താണ്, ആ സബ്ജക്ട്സിന് ഉൾക്കൊള്ളാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. എന്തൊക്കെ limitations ആണ്? The energetic and powerful nature of human behavior set a number of limitations to the application of psychology to solve education problems. എന്താ പറയുന്നത്?
നിങ്ങളതൊന്ന് വായിക്കട്ടോ, കിട്ടിയേക്ക് വരാം. ഓക്കെ ടീച്ചർ. Okay. Yes, limitations. Energetic and powerful nature of human behavior set a number of limitations to the application of psychology to solve educational problems. എന്താ പറയുന്നത്? മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ ഏറ്റവും ഊർജ്ജസ്വലവും ശക്തവുമായ സ്വഭാവം വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മനഃശാസ്ത്ര പ്രയോഗത്തിന് നിരവധി പരിമിതികളുണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അതങ്ങനെ എല്ലാവരുടെയും നേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അല്ലെ. എല്ലാവരിലും എന്താണ് ശരിയും പവർഫുൾ നേച്ചറാണ്. ഓരോ ഇൻഡിവിജ്വലിനും എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസും എബിലിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ നമ്മൾ ഈ ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനാൽ തന്നെ എന്താണ് ഈ ഒരു സബ്ജക്റ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജി വിദ്യാഭ്യാസ സാഹചര്യത്തിൽ നമ്മളിപ്പോ ക്ലാസ് റൂമിൽ ചില സമയത്ത് കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന പഠന കാര്യങ്ങളിലോ മറ്റെന്തോ ആയിക്കോട്ടെ, ചില സമയത്ത് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാറില്ല അല്ലെ. ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് കുട്ടികൾ കാണിക്കുന്ന ബിഹേവിയർ ചിലപ്പോ എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നല്ല ഹാബിറ്റ്സുകൾ നല്ല ശീലങ്ങൾ കുഞ്ഞുങ്ങൾ കാണിച്ചെന്ന് വരില്ല. ചില സമയത്ത് എന്താണ് ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ. അപ്പോ ചില കാര്യങ്ങൾ നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ചില ബിഹേവിയർ പറ്റുന്ന വരില്ല അല്ലെ. അത് ഡിഫറെന്റ് നേച്ചറുള്ള കുട്ടികളുണ്ടാവും അല്ലെ. എല്ലാ കുട്ടികളിലും വ്യത്യസ്തത ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് അവരുടെ ബിഹേവിയർ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പോ നല്ല ചിരിക്കുന്ന കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വളരെ എന്താ പറയാ വളരെ ദേഷ്യത്തോട് പെരുമാറുന്നു, വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആളുടെ ഒരു സ്വഭാവം ഏത് അളവിലായിരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് പരിമിതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ സാഹചര്യത്തില് കുട്ടികളുടെ പെരുമാറ്റത്തില് വൈബ്രന്റ് ആയിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറയുന്നു. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജി പരിമിതികൾ നമ്മളിവിടെ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഫസ്റ്റ് പോയിന്റ് എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ സ്വഭാവം മൂലമുള്ള പരിമിതികൾ. അതായത് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് ഒരു നേച്ചറാണ് ഉള്ളത്. ആ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ നേച്ചർ ആ തന്നിരിക്കുന്ന മെത്തേഡ്സുകൾ അനുസരിച്ച് മാത്രമേ നമുക്ക് അതിനെ പ്രയോഗിക്കാനും പഠിക്കാനും പറ്റുള്ളൂ. അതിൽ കവിഞ്ഞ് അതിന്റെ നേച്ചറിനെ കവിഞ്ഞ് നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് വേറെ എന്തെങ്കിലും കൊണ്ടുവരാനോ അപ്ലൈ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതിന്റെ മെത്തേഡ്സ് ആൻഡ് രീതികൾ അനുസരിച്ച് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസ സാഹചര്യത്തില് എഡ്യൂക്കേഷൻ സൈക്കോളജി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അല്ല. പിന്നെന്താണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്? എന്താ? ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ സ്വഭാവം മൂലമുള്ള പരിമിതികൾ. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ് അല്ലെ. നമുക്ക് ഒരാളുടെ സ്വഭാവം ഒരേപോലെ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഓരോ കുട്ടികളും വ്യത്യസ്തമായിട്ട് പെരുമാറും. ചില കുട്ടികൾ റഫായിട്ട് പെരുമാറും, ചില കുട്ടികൾ കാമായിരിക്കും, ചില കുട്ടികൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് കാണിക്കുന്നുണ്ട് അല്ലെ. വളരെ എന്താ പറയാ, നമ്മൾ പറയില്ല അടിഞ്ഞൊത്തിക്ക് ഇരിക്കാത്ത കുട്ടികൾ എന്താ പറയുന്നത്, എന്താ പറയുന്നത്, ഒരു പേര് പറയുമല്ലോ ഇങ്ങനെയുള്ള കുട്ടികളെ. ഹൈപ്പർ ആക്ടിവിറ്റി ആണോ ടീച്ചർ? ഹൈപ്പർ ആക്ടിവിറ്റി പറയുമല്ലാതെ വേറൊരു പേര് ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡി അല്ല, ആറാണ്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങള്? റെസ്റ്റ്ലെസ് ആണ്.
അതിന്റെ പ്രത്യേകത എന്താ? റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികള് അനങ്ങാതിരിക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. സ്ഥലത്ത് അനങ്ങാതിരിക്കുക. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ക്ലാസ് മുറിയിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? ടീച്ചേഴ്സ് നല്ല പാടുപെടേണ്ടി വരും. ഇത്ര അടങ്ങിയിരിക്കാൻ നോക്കിയാലും പറ്റില്ല. അതേപോലെ തന്നെ ADHD, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് മെന്റലി ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് കൺട്രോൾ ചെയ്യുന്നവര് അതായത് അവരുടെ ബിഹേവിയർ വ്യത്യാസമായിരിക്കും അല്ലെ? നമ്മുടെ നോർമൽ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് അവരുടെ പെരുമാറ്റം മൂലം നമുക്ക് അവരെ ഒരു പരിധി വരെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ, ഒരു പരിധി വരെ ഇടയ്ക്കൊക്കെ ഇരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതും എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. എന്താ പറയേണ്ടത്? മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ സ്വഭാവം മൂലമുള്ള ഒരു പരിമിതികൾ, ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ദെൻ അടുത്തത് എന്താണ്? ലിമിറ്റേഷൻ ഡ്യൂ ടു ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ലിമിറ്റേഷൻ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താണ് ലിമിറ്റേഷൻ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഓരോരാളും വ്യത്യസ്തമായിരിക്കും. യെസ്, വ്യക്തിഗത വ്യത്യാസങ്ങൾ കാരണമുള്ള പരിമിതികൾ അല്ലെ? സെയിം തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തി വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബിഹേവിയറിലും വ്യത്യാസങ്ങൾ അല്ലെ? എല്ലാ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന എല്ലാ കുട്ടികളും ഒരേ ബിഹേവിയർ ഉള്ള കുട്ടികളായിരിക്കില്ല. അതിൽ തന്നെ 4 പേർക്കും 4 ഇൻഡിവിജ്വാലിറ്റി ആയിരിക്കും കാണിക്കുക അല്ലെ? 4 കുട്ടികളും 4 വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാ കുട്ടികളും ഒരേപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. വ്യക്തിഗത വ്യത്യാസങ്ങൾ കാരണമുള്ള പരിമിതികൾ. പിന്നെന്താണ്? ലിമിറ്റേഷൻ ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബീയിങ്. ഇതാണ് ലിമിറ്റേഷൻ ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബീയിങ്. മനുഷ്യരെ കുറിച്ചുള്ള പരീക്ഷണങ്ങളുടെ പരിമിതമായ വ്യാപ്തി കാരണമുള്ള പരിമിതികൾ. അതായത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി അധികം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. എവിടെ? എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. നിങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കണം കേട്ടോ. സൈക്കോളജി അല്ല നമ്മൾ പറയുന്നത്, എഡ്യൂക്കേഷൻ സൈക്കോളജി. വിദ്യാഭ്യാസ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് കുട്ടികളുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് പരിമിതികൾ ഉണ്ട് അല്ലെ? അവരെ വെച്ച് ഒരു എക്സ്പീരിമെന്റ് പരീക്ഷണം ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മളിപ്പോ പഠിച്ചത്? ബിഹേവിയർ അല്ലെ? അവരുടെ ഹ്യൂമൻ ബിഹേവിയർ വ്യത്യാസമുണ്ട്, അവരുടെ നേച്ചർ വ്യത്യാസമുണ്ട്. അതിനാൽ തന്നെ അവരിലൊരു പരീക്ഷണം നടത്താനുള്ളത്, മനുഷ്യനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെന്നാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നമ്മുടെ ലിമിറ്റേഷൻസ് ആയിട്ട് കരുതപ്പെടുന്നത്. മനസ്സിലായോ? അതായത് മനുഷ്യനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണതില് പരിമിതികളുണ്ട്. ഓക്കെ, yes. The last one, limitation due to the gap between theory and practice. Limitation due to the gap between theory and practice. എന്താ പറയുന്നത്? സിദ്ധാന്തം പ്രയോഗവും തമ്മിലുള്ള പരിമിതികൾ. അതായത് തിയറി ആൻഡ് പ്രാക്ടീസ്. നമ്മൾക്ക് തിയറി, എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഒരേപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിലുള്ള തിയറീസിന്റെ കണ്ടന്റുകൾ അതേപോലെ തന്നെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നോ ടീച്ചർ, സാധിക്കില്ല. കാരണം നമുക്ക് ഒരു പരിധി വരെ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച തിയറി അനുസരിച്ച് കുട്ടികളിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? മെയിൻ കാരണം അവരുടെ ബിഹേവിയർ ആണ് അല്ലെ? എല്ലാവരും ഡിഫറെന്റ് ടൈപ്പുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു തിയറി അതേപോലെ തന്നെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കണമെന്നില്ല. എനിക്ക് സാധിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷെ എന്താണ്, ചില കാര്യങ്ങളിൽ നമുക്ക് ആ സിദ്ധാന്തവും പ്രയോഗവും തമ്മില് നമ്മൾ തിയറി പഠിക്കുന്നത് പോലെയല്ല അത് അപ്ലൈ ചെയ്യുന്നത്. അതിന് കുറെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? നമുക്ക് തിയറി എഴുതാൻ വളരെ സുഖമാണ്, അത് ചെയ്തു നോക്കാൻ ബുദ്ധിമുട്ടല്ല. അത് പ്രായോഗികമാക്കാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ലിമിറ്റേഷൻ ഡ്യൂ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള പരിമിതികളും എന്തിൽ വരുന്നതാണ്? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നിങ്ങള് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിച്ച് ചിന്തിക്കൊന്നും വേണ്ട. ഈ പേരുകൾ മാത്രം പഠിക്കുക കേട്ടോ. ഈ വരെ കൊടുത്ത പേരുകൾ എന്താണ്? ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ളതില് ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ തുടങ്ങി ലിമിറ്റേഷൻ ഡ്യൂ ടു ഗ്യാപ്പ് ബിറ്റ്വീൻ
തിയറി ആൻഡ് പ്രാക്ടീസസ് വരെ എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒന്നും തന്നെ ഇതൊന്നും ചോദിക്കില്ല കേട്ടോ. ലിമിറ്റേഷൻസ് ഏതൊക്കെയെന്ന് മാത്രമേ ചോദിക്കുള്ളൂ, അതിൽ കവിഞ്ഞിരുന്നൊന്നും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറില്ല. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു ചോദ്യം മാത്രമേ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ലിമിറ്റേഷൻസ് എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ അത് ഈ അഞ്ചെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക, അത് വൈകാണ്ടാക്കി പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയ ഭാഗവുമാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. Yes, next വരുന്നത് relevance and contribution of educational psychology. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് കേട്ടോ. Relevance and contribution of educational psychology. എന്താ പറയുന്നത്? A systematic knowledge of educational psychology will be useful for the teacher in the following ways. Relevance. എന്താണ് relevance? പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി. അതേപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പ്രസക്തിയും സംഭാവനയും എന്തൊക്കെയാണ്? നമ്മളത് പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രാധാന്യമുണ്ടോ, എന്തെങ്കിലും പ്രസക്തമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രസക്തി, നമ്മളൊരു ടീച്ചർ എന്നതല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡെവലപ്മെന്റ്സിന് പഠിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടീച്ചറിനെ ഈ താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ടീച്ചറിന് ഇത് യൂസ്ഫുൾ ആവുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താ വരുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ലേണറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ? പഠിതാവിനെ അറിയുവാനായിട്ട്, അതായത് പഠിതാവിനെ മനസ്സിലാക്കൽ. ഇനി ടു ക്യാച്ച് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താ പറയുന്നത്? വ്യക്തിഗത വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ വ്യക്തിഗത വ്യത്യാസങ്ങള് തിരിച്ചറിയുന്നതിന്. Then to understand the learning process. To understand the learning process. പഠന പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. പഠന പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. Then അടുത്ത പോയിന്റ് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് effective method of teaching. To understand the effective method of teaching. എന്താണ്? ഫലപ്രദമായ അധ്യാപന രീതികൾ മനസ്സിലാക്കുവാനായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നു. ഫലപ്രദമായിട്ടുള്ള അധ്യാപന രീതികൾ അല്ലെ, ടീച്ചിങ് മെത്തേഡ്സുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, then to understand development characteristics. To understand development characteristics. എന്താണ്? വിവിധ തരത്തിലുള്ള സവിശേഷതകൾ അല്ലെ, കുട്ടികളുടെ വിവിധ തരത്തിലുള്ള സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. Then to enable teachers for curriculum development. To enable teachers for curriculum development. എന്താണ്? പാഠ്യപദ്ധതി വികസനത്തിന് അധ്യാപകരെ പ്രാപ്തരാക്കുന്നു. അതായത് പാഠ്യപദ്ധതി കരിക്കുലം നിർമ്മിക്കുന്നതിന് അധ്യാപകരെ സഹായിക്കുന്നു. ഓക്കെ, കരിക്കുലം നിർമ്മിക്കുന്നതിന്, അതായത് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിന് അധ്യാപകരെ സഹായിക്കുന്നു. പിന്നെ പറയുന്നത് എന്താണ്? To render guidance services. To render guidance services. എന്താണ് to render guidance services എന്ന് പറയുമ്പോ? മാർഗനിർദ്ദേശ സേവനങ്ങൾ അല്ലെ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അല്ലെ, അധ്യാപകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. render guidance and services. മാർഗനിർദ്ദേശ
സേവനങ്ങൾ നൽകുന്നതിന്. ഇതെന്താ? To give guidance for the education extraordinary children. To give guidance for education of extraordinary children. ആരാണ് extraordinary children എന്ന് പറയുന്നത്? Extraordinary അസാധാരണമായ കഴിവുകൾ. പ്രതിഭാശാലികൾ അല്ലെ? പ്രതിഭാശാലികളായ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും. ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എത്തരത്തിലുള്ള സ്കിൽസും ടാലന്റും ഉള്ള കുട്ടികളാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തത് to understand group dynamic and social behavior in classroom. To understand group dynamic and social behavior in classroom. എന്താണ്? ക്ലാസ് റൂമിലെ അതായത് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് റൂമിലെ കുട്ടികള് ഗ്രൂപ്പായിട്ട് പെരുമാറുന്നവരുണ്ടാവാം അല്ലെ? അത്തരത്തിലുള്ള ചിലവര് ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവാം, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ഗ്യാങ്ങുകൾ വരുന്ന കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യലി ബിഹേവ്, അതായത് കൂട്ടത്തിൽ കൂടുന്ന കുട്ടികളെ കണ്ടിട്ടില്ല. ഒരു വാക്കിൽ കുറെ പേരുണ്ടാവും, 1-2 പേരല്ല, 10-12 പേരെങ്കിലും ഉണ്ടാവും ആ ഗ്യാങ്ങില്. അപ്പൊ ഒരു സോഷ്യൽ ബിഹേവിയർ ആണ് അല്ലെ? അവർക്കത് എല്ലാവരും ഒരേപോലെ കാണാനും എല്ലാവരും സംസാരിക്കാൻ പറ്റുന്ന ഒരു ടെൻഡൻസി ചെയ്ത കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. To understand group dynamic and social behavior in classroom. Then, to develop constructive and creative discipline. To develop constructive and creative discipline. എന്താണ്? To develop constructive and creative discipline. കുട്ടികളിൽ നമുക്ക് നല്ലൊരു ക്രിയേറ്റീവ് ഡിസിപ്ലിൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ? നല്ല രീതിയിലുള്ള ശീലങ്ങൾ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കുവാനായിട്ടത് സാധിക്കുന്നു. അതായത് സൃഷ്ടിപരമായിട്ടുള്ള അച്ചടക്കം വികസിപ്പിക്കുന്നതിന് എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ. To understand the problems of children. To understand problems of children. കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനും സോൾവ് ചെയ്യുന്നതിനും സാധിക്കും. To understand problems of children. Yes, to understand problems of children. The next one, to help in measuring learning outcomes. To help in measuring learning outcomes. എന്താണ് ലേണിംഗ് ഔട്ട്കംസ്? പഠന ഫലങ്ങൾ അല്ലെ? കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലെ? കൊടുത്ത ആക്ടിവിറ്റിയിൽ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നിർണ്ണയിക്കാം, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമ്മൾ ലേണിംഗ് ഔട്ട്കം മെഷർ ചെയ്യുന്നത്? അപ്പോ നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം, എക്സാംസ് കണ്ടക്ട് ചെയ്യാം അല്ലെ? റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യാം, ഓറൽ എക്സാംസ്, വൈവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റും. കുട്ടികളുടെ പഠന നിലവാരം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രിപ്പയർ ടൈം ടേബിൾ. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിന്, ടൈം ടേബിൾ തയ്യാറാക്കുന്നതിന് അധ്യാപകരെ സഹായിക്കുന്നു. ടൈം ടേബിൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ വിഷയങ്ങളാണ് രാവിലെ സെറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മള് ടൈം ടേബിളില്? മാത്സ്. എന്താണ്? മാത്സ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാ?
പിന്നെ ഹിസ്റ്ററി, ഫിസിക്സ്. ഇതൊക്കെ രാവിലെ ആയിരിക്കുമല്ലോ. ഉച്ചക്കാകുമ്പോ അത് മിക്ക കുട്ടികൾക്കും ഒരു ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ നമ്മളെ കുറച്ചുകൂടി മിസ് എല്ലാ സബ്ജക്റ്റിനും ടൈം ടേബിൾ ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും ടൈം ടേബിൾ ഉണ്ട്. പക്ഷെ നമ്മുടെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോ രാവിലെ കുറച്ച് സബ്ജക്ട്സുകൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സബ്ജക്ട്സിന്റെ വ്യത്യാസം ഉണ്ടാവും. അതെ അതെ, രാവിലെ എഴുതുന്ന സബ്ജക്റ്റുകളും അങ്ങനെ ആക്ടിവിറ്റിയും റൈംസും സ്റ്റോറിയും ഒക്കെ ഒരു ഉച്ചയോടെ അവരെ പിരിച്ചുവിടുന്നതിന് മുന്നേ ഒക്കെ ആയിരിക്കും. മാത്സ് 2 പീരീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പീരീഡ് റൈംസ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് സ്റ്റോറിയോ പിന്നെ മറ്റേ ആക്ടിവിറ്റി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് റൂട്ടീൻ ഇടുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമ്മള് രാവിലെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സുകളായിരിക്കും രാവിലെ വെക്കുന്നത് അല്ലെ. അപ്പൊ കുറച്ച് അറ്റൻഷൻ കിട്ടുന്ന ഒരു സമയമാണ് അല്ലെ രാവിലെ എന്ന് പറയുന്നത് കുട്ടികളുടെ. ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും എന്തെങ്കിലും തരത്തിൽ മെറ്റിക്ക് നമ്മള് നോർമൽ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ ലാംഗ്വേജസ് അല്ലെ, മലയാളം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ്, ഹിന്ദി അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചില ക്ലാസ്സുകൾ വരുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഇതേപോലെ പ്രോബ്ലംസ് ആയിരിക്കും അല്ലെ, പ്രോബ്ലംസ് അങ്ങനെ അവരുടെ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കുള്ളൂ സ്റ്റോറി, റൈംസ് അല്ലെങ്കിൽ എന്തെങ്കിലും കളികളൊക്കെ അതൊക്കെ എപ്പോഴായിരിക്കും അല്ലെ. ഡ്രോയിങ് ഒക്കെ എന്റെ മക്കളുടെ സ്കൂളിലാണ് ഡ്രോയിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ്. അതെ അതെ, ഡ്രോയിങ് ഉണ്ടാവാം. പിന്നെ ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് ചില ക്ലാസ്സിൽ അല്ലെ. ഉച്ചയ്ക്ക് ഒരു പീരീഡ് ലൈബ്രറിയിലായിരിക്കും നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ മറ്റു സ്കൂളിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ടൈം ടേബിൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മള് ആ ഒരു സബ്ജക്ട് വൈസ് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ടൈം ടേബിൾ ഇടുന്നത്. യെസ്, അത് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മള് കുട്ടികളുടെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സബ്ജക്ട്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിഷയങ്ങൾ ഏതൊക്കെ പീരീഡ് വേണം എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ. Then to prepare textbook and instructional materials. To prepare textbook and instructional materials. അവർക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകളും നിർദ്ദേശ സാമഗ്രികളും തയ്യാറാക്കുന്നതിന് ടെക്സ്റ്റ് ബുക്ക് അല്ലെ, ടെക്സ്റ്റ് പാഠപുസ്തകങ്ങൾ നമുക്ക് തയ്യാറാക്കുന്നതിനും അതോടെ തന്നെ എന്താണ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്തൊക്കെയാ? ക്ലാസ് റൂമിലെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കും നമ്മള് കുട്ടികൾക്ക്? പറയൂ. അതില് ഒന്ന് പുസ്തകങ്ങൾ തന്നെയല്ലേ? പുസ്തകങ്ങള് പിന്നെന്തൊക്കെയാണ്? പിന്നെ ചാർട്ടുകൾ ഉണ്ടാവും. പിന്നെ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ. ഇപ്പം തന്നതുപോലെ ഡ്രസ് ഈ ഫ്രെയിം ഒക്കെ വെച്ചും ഒക്കെ കാണിക്കാം. ബട്ടണിങ്, സിബിങ്, ലേസിങ്, പിന്നെ ക്ലീനിങ് ടൂൾസ് അതൊക്കെ ചെയ്യാം. നമ്മളവിടെ മെറ്റീരിയൽസ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ തന്നെ എന്താണ് ക്ലാസ് റൂമിൽ നമുക്ക് കുറെ പ്രാക്ടീസുകൾ ഉണ്ടാവും അല്ലെ. ഉപകരണങ്ങള് അല്ലെങ്കിൽ ഇപ്പോ കൗണ്ടിങ് നമ്പേഴ്സ് പഠിപ്പിക്കുന്നതിനായിട്ട് എന്താണ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മുത്തിന് എന്താ പറയുന്നത്, മുത്തുകൾ കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ബ്ലോക്സുകളാണ്. ബോക്സുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ടവേഴ്സ് കണ്ടിട്ടില്ല, ടവറ് പല ഷേപ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ സ്ക്വയർ അതിന്റെ ചെറുത് വലുതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓർഡർ ചെയ്യാനുണ്ടാവും. ആദ്യം ഇത് നമ്മൾ മറ്റേ വളയം ഇങ്ങനെ ഒരു സാധനത്തിൽ ഇടാറില്ല, ഒരു വളയം പല കളേഴ്സിലുള്ള വളയങ്ങള് കുട്ടികളെ സെയിം അതേ പ്രോസസ് തന്നെയാണ് ഈ ടവർ നിർമ്മിക്കുന്നത്. ബുക്ക് ടവർ എന്നൊക്കെ പറയും നമ്മള്. നിങ്ങൾക്ക് പ്രാക്ടിക്കലും ചെയ്യാനുണ്ട് കേട്ടോ.
പറഞ്ഞുതരാം. ടീച്ചർ ഉണ്ട്, അത് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതല്ലേ പറയുന്ന ടീച്ചർ? ഇതിപ്പോ അതെ, ഞാൻ അതെ. കംപ്ലീറ്റ് ആയിട്ടില്ല. അത് പിങ്ക് ടവർ ആണ്, ഇനി പിങ്ക് പെയിന്റ് കൊടുക്കണം. അതെ അതെ, ഓക്കെ. ഇത് എന്ത് കളറായത്? വൈറ്റ്. ഇത് അപർണ ടീച്ചർ പറഞ്ഞിട്ട് ആക്ടിവിറ്റി ചെയ്തതാണ്. ഇത് ഞാൻ ഇതില്ലേ സ്പോഞ്ച് ഇല്ലേ, നമ്മളിപ്പോ കൊറിയർ ഒക്കെ വരുമ്പോ അത് കട്ട് ചെയ്തിട്ട് ആക്കിയതാണ്. നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോ ഉണ്ടല്ലോ ടീച്ചർ, വുഡ് തന്നെ വേണോ അല്ലെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ആയ സാധനം വെച്ച് ചെയ്താൽ മതിയോ? ഞാൻ ഇതിപ്പോ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. വുഡ് വെച്ച് ചെയ്യാനല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പറ്റുന്നത് പോലെ. അങ്ങനെ പറഞ്ഞിട്ടില്ല, വുഡ് തന്നെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ട്രെയിലൊക്കെ വുഡ് പറഞ്ഞു. പറ്റുന്നത് പോലെ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ തയ്യാറാക്കുന്ന അധ്യാപകരെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then to select appropriate co-curricular activities. പിന്നെന്താണ്? സെലക്ട് അപ്രോപ്രിയേറ്റ് co-curricular activities. അനുയോജ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും എഡ്യൂക്കേഷൻ സൈക്കോളജി അധ്യാപകരെ ഹെൽപ്പ് ചെയ്യുന്നു. അനുയോജ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ, ഏതൊക്കെ ക്ലാസ്സുകൾ ഏതൊക്കെ ആക്ടിവിറ്റീസുകളാണ് കൊടുക്കേണ്ടത്, എന്ത് നിർണ്ണയിക്കുന്നതിനും തീരുമാനിക്കുന്നതിനും അതൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ എഡ്യൂക്കേഷൻ സൈക്കോളജി അധ്യാപകരെ ഹെൽപ്പ് ചെയ്യുന്നു. The last one, to know about himself. എന്താ പറയുന്നത്? To know about himself. ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികക്ക് തന്നെ കുറിച്ച് അറിയാനായിട്ട്, അല്ലെ, താൻ എന്താണ്, ഞാനൊരു അധ്യാപിക എന്നാൽ ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വരെ എഡ്യൂക്കേഷൻ സൈക്കോളജി അധ്യാപകരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മളിൽ തന്നെ എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യണം, അല്ലെ ഏതൊക്കെ രീതിയിലുള്ള ബിഹേവിയർ ആണ് അധ്യാപകർ കാണിക്കേണ്ടത് എന്ന് വരെ നമുക്ക് ആ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാത്തൊരു ഭാഗം തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി. ഇത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഒരു ക്ലാസ് റൂം കൊണ്ടുപോകുന്നത് തന്നെ കുട്ടികളുടെ പെരുമാറ്റം അനുസരിച്ചിട്ടാണ്. അത് ബിഹേവിയർ ആണ് ഒരു ക്ലാസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ് കൊണ്ടുപോകുന്നത് ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ അധ്യാപകർ അറിയിക്കാം, അല്ലെ? എങ്ങനെയാണ് കുട്ടികൾ ഏതൊക്കെ സിറ്റുവേഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇൻ ഷോർട്ട്, education psychology helps the teacher to become a better teacher and the learner to become a better learner. അപ്പൊ ഇത് രണ്ടുപേർക്കും ഒരു ഉപകാരപ്രദമാകുന്നുണ്ട്. ആർക്കൊക്കെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നത്? ടീച്ചറിനെ നല്ലൊരു അധ്യാപികയാക്കുകയും അതോടൊപ്പം തന്നെ എന്താണ്, ലേണർ ടു ബിക്കം എ ബെറ്റർ ലേണർ, പഠിതാവിനെ മികച്ച ഒരു പഠിതാവാണ്, മികച്ച നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറ്റുവാനും എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നുണ്ട്. ഈ പോയിന്റ്സുകൾ പഠിച്ചു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തൊക്കെയാണ്? ഓരോ പോയിന്റ്സുകൾ ഒന്ന് വായിക്കുക, പറയാം. എന്താണെന്ന് ഒന്ന് ചെയ്യാവോ? 2 പോയിന്റ് വെച്ച് എല്ലാവരും ഒന്ന് പറഞ്ഞു വായിച്ചാൽ മതി. ഒന്ന് റീന, സന്ദീപ് വായിക്കേ. First point, to understand the learner. Second, to cater the individual difference. Okay, yes. Rishana Naufal. To understand the learning. To understand the learning process. To understand effective method of teaching. Okay, Ainamur. To understand development. അല്ല, അതാണ് മനസ്സിലായതിന്റെ തൊട്ട് മുന്നേ. To understand development. To understand development characteristics to enable teacher for curriculum developments. Okay, then Geeta. Yes, teacher. To render, അതന്നെയല്ലേ? To render guidance service, to give guidance for the education of extraordinary children. Okay, yes. Achina Rajesh, next point. Achina. Shyamala Kumar. Thank you. To understand group dynamic and social behavior in classroom, to develop constructive and creative discipline. Okay, very good.
Farsana. To understand problems of children, to help in measuring learning outcomes. Learning outcomes. Okay. Then Soumya. Soumya. Like to prepare. To prepare timetable. Yeah. To prepare. To prepare textbook and the instructional materials. Okay, very good. Shanil. Shanil. Wait. Okay. To select appropriate co-curricular activities to know about himself. In short, remaining also. Why sure? In short, educational psychology helps the teacher to become a better teacher and the learner to become a better learner. Okay. Okay. Yes, very good. Yes, okay. നമുക്കിതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. മെത്തേഡ് എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി കുറച്ചുകൂടെ ചാപ്റ്റർ കഴിയും. അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ പറഞ്ഞത്? 10th chapter. Okay. Okay, thank you so much. Have a nice day. Okay, teacher. Thank you. Have a nice day. Thank you very much. Thank you, teacher.